ഹലോ ഗൈസ്, കുറേ നാളെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ടാ സമയം കിട്ടാറില്ല. പിന്നെ കിട്ടുന്ന സമയത്ത് ആദ്യക്കുട്ടിനെ നോക്കേണ്ടി വരും. അവൻ എൻ്റെ ഒപ്പം വോയിസ് ഓവർ കൊടുക്കട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ കൊടുക്കാൻ പഠിച്ചിട്ടിരിക്കുക കേട്ടാ. ഇന്നൊരു പാർക്കിൽ പോയ വിശേഷം കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ളതാണ്, നമ്മൾ നടന്നു പോകാനുള്ള ദൂരമുള്ള കേട്ടോ. ഒരുപാട് പേര് ഈ സ്ഥലത്ത് ലൊക്കേഷൻ ഇട്ട് വരാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചപ്പും അതുപോലെ തന്നെ കുറച്ച് മണ്ണും കല്ലും ഒക്കെ ഇട്ടുള്ള ഒരു പ്രദേശം കേട്ടോ. പിന്നെ നല്ല വെള്ളച്ചാട്ടം പോലെയൊക്കെയുള്ള ഒരു ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ. ഒരുപാട് പേരെന്നോട് ചോദിക്കാറുണ്ട്, സൗദിയിലൊന്നും കാണാനില്ല, മരുഭൂമി മാത്രമല്ലേ ഉള്ളത്, ഇതെല്ലാം നിങ്ങൾ കാണാറുള്ളത്, വലിയ ഭംഗിയൊന്നും കാണത്തില്ലല്ലോ എന്നിട്ടാ. പക്ഷേ ഞാൻ പറയാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം സൗദി തന്നെ കേട്ടോ. പിന്നെ വേറെ ഏത് കൺട്രിയിൽ പോയെന്ന് പറഞ്ഞാലും എനിക്ക് ഇന്നും ഇഷ്ടമുള്ളത് സൗദി അറേബ്യ തന്നെ കേട്ടോ. അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ഒരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പ്രദേശം കേട്ടോ. നമ്മളവിടെ എവിടെ പോകണമെങ്കിലും നമുക്ക് നമ്മുടെ ആ ഒരു ലോകം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. മറ്റൊരാൾക്കാരുടെ തിരക്കുകളോ സംസാരങ്ങളോ അതൊന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും സേഫായിട്ട് നടക്കാം. ഏത് പാതിരാത്രിക്ക് വരെ സേഫായിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലം കേട്ടോ. എനിക്ക് ഒന്നും ഇഷ്ടമാണ്. പിന്നെ ആദിക്കുട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആദിക്കുട്ടിന് പുതുമയാണ്. ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കാനും കാഴ്ച കാണിച്ചു കൊടുക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട് കേട്ടോ. കാരണം അവൻ ഒരുപാട് പകൽ കണ്ടിട്ടില്ല, രാത്രിയാണ് ഫുൾ അവൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് പകലിറങ്ങുമ്പോൾ അവൻ്റെ മുഖത്തുള്ള വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോന്നും ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല കേട്ടോ. നമ്മുടെ കൂടെ നിന്ന് അവൻ കാണുന്നതൊക്കെ കാണുക, പിന്നെ ഒരു സമയമാകുമ്പോൾ അവനെല്ലാം പഠിച്ചോളും എന്നൊരു പ്രതീക്ഷ കേട്ടോ. പിന്നെ തീയും വെള്ളമൊക്കെ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ശരിയാണ്, വെള്ളം കാണുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ആകർഷണമൊക്കെ ആയിക്കട്ടെ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്ക് ഈ യാത്രയെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമുള്ള കേട്ടോ. ഞാനിപ്പോൾ പോയിട്ടുള്ള കൺട്രീസിലെന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയും ബഹറിലാട്ടോ. അവിടെയൊക്കെ ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്. മടി കാണിച്ച് മനുഷ്യരുടെ നിന്നാൽ ഞാൻ വിളിച്ചുകൊണ്ട് പോകാറുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. അമ്മ എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സ്ഥലത്തുനിന്ന് പോയി തിരിച്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ അടുത്തടുത്ത് പോകാൻ ചട്ടം കെട്ടും കേട്ടോ. അപ്പം എന്നോട് ചോദിക്കും, നിനക്ക് ക്ഷീണമൊന്നും ഇല്ലെന്ന് കേട്ടോ. എനിക്ക് ക്ഷീണം ഉണ്ടാവാറില്ല, കാരണം യാത്ര എനിക്ക് ഇന്നും ഇഷ്ടം കേട്ടോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സമാധാനമായിട്ട് എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ നടക്കാൻ തന്നെ കേട്ടോ. അത് നടക്കില്ല എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നെക്കൊണ്ട് കഴിയാവുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോകാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ ഈന്തപ്പന എന്നൊക്കെ പറയുന്ന കേട്ടോ. അത് വളവിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അത് കായായിട്ട് പുറ്റിയായിട്ട് പിടിച്ചിരിക്കുവാണ്. ഇതിൻ്റെ പച്ച കേട്ടോ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ പച്ച കേട്ടോ. പഴുത്ത് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കേട്ടോ. മനുഷ്യന് ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ടുവന്നിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പഴം പോലെ അവരുടെ വീട്ടിൽ പഴുപ്പിച്ച സാധനമൊക്കെ. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ പ്രത്യേക ടേസ്റ്റാണ്. നാച്ചുറലായിട്ട് നമുക്ക് തേങ്ങ കിട്ടുന്ന പോലെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സാധനം കേട്ടോ. അപ്പോൾ അതെ, കുറച്ചൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് തന്നെ പോകുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇതിൽ കൂടെയൊക്കെ നടക്കുവാണെങ്കിൽ നല്ലൊരു എക്സസൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.